നമസ്കാരം. എല്ലാവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട് എന്ന സ്ഥലത്തെ പോലീസിൻ്റെ ഗ്രൗണ്ടിലാണ്. അവിടെയാണ് നമ്മളെ എക്സ്പോ നടക്കുന്നത്. നമ്മളെ മറയൻ എക്സ്പോ എന്ന് പറയുന്നത്. അതായത് അണ്ടർ വാട്ടർ വേൾഡ് എക്സ്പോ പോലത്തെ അക്വേറിയം പോലത്തെ ഒരു ചെറിയൊരു രൂപമാണ്. അതായത് നല്ല അക്വേറിയം, നല്ല കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. നമുക്കിതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ കയറുമ്പോൾ റൈറ്റ് സൈഡിൽ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇതുവരെ അകത്ത് കയറി വരുമ്പം തന്നെ നമുക്ക് കാണാം. ഇത് കുറച്ച് ദൂരമേ ഉള്ളൂവെങ്കിലും അതിമനോഹരമാണ് അതിൻ്റെ അക്വേറിയം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ട്യൂബ് പോലുള്ളതിൽ അകത്തൂടെ നമുക്ക് നടന്നു പോകാൻ കഴിയും. അത് നമുക്ക് ചുറ്റും തലയ്ക്ക് മുകളിലെല്ലാം മീനുണ്ടാകും. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ കൊഞ്ചായിരുന്നു. കണ്ടപ്പോൾ പ്ലാസ്റ്റിക് പോലെ തോന്നിയും സംഭവം ഒറിജിനലാണ്. അതിമനോഹരമായിരുന്നു. എല്ലാ മീനുകളും അടിപൊളിയാണ്. നല്ല വലിയ മീനുണ്ട്. നമുക്കെന്തായാലും സ്പെഷ്യലി കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ഇത് കാണാൻ പറ്റിയ പോയി എന്തായാലും കാണുക. നഷ്ടമെന്ന് പറയാനൊന്നുമില്ല. കാരണം ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്താനുള്ളത് ഇതിൻ്റെ അവസാനമുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു സർപ്രൈസിങ് ആയിട്ടൊരു സംഭവമുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒത്തിരി ഫോട്ടോസ് എടുക്കാൻ പറ്റും. ആ ഫോട്ടോയ്ക്ക് പറ്റിയൊരു വ്യൂ ആണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇത് മനോഹരമാണ്. എന്തായാലും സംഭവം ഗുരുവാണ്, അടിപൊളിയാണ്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ സംഭവം കുറച്ചേ ഉള്ളൂ, അതാണ്. ഒരു രാജ്യങ്ങളിൽ, തായ്ലൻഡ് പോലത്തെ ഒരു രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെയൊക്കെ ഒരുപാടുണ്ടാവും. നമ്മളിത് നമ്മളെ ഓണം പ്രമാണിച്ച്, ഉത്സവം പ്രമാണിച്ചുകൊണ്ട് ചെയ്യുന്ന ടെമ്പററി സെറ്റപ്പ് ആയതുകൊണ്ടാണ് ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ. എന്തായാലും മാക്സിമം ഇതിലായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നടന്ന ഇത്രയേ ഉള്ളൂ സംഭവം. ഓണത്തിൻ്റെ സീസണിൽ വരണേ. കഴിഞ്ഞ വർഷം എനിക്ക് കഴക്കൂട്ടത്തായിരുന്നു തോന്നുന്നത്. ഈ നടന്ന് ഇതെല്ലാം കണ്ട് നമ്മൾ അപ്പുറത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു വെറൈറ്റി ഒരു സംഭവം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ മത്സ്യകന്യക. ഞാൻ ചോദിച്ചു ഇത്ര നേരം ഇങ്ങനെ ഒത്തിരി നേരം വെള്ളത്തിൽ കിടക്കുന്നത്. അപ്പോൾ അതിന് 3 ആർട്ടിസ്റ്റുണ്ട്. അതിങ്ങനെ റൊട്ടേഷൻ ഉണ്ടാകുന്നത്. ആൾ മാറി മാറി നിൽക്കും. ശ്വാസം എടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവർ മുകളിലോട്ട് പോകും. ഇങ്ങനെ മൂടിയിട്ടൊന്ന് എടുക്കും പോലെ. ഇത് അതിമനോഹരമായിരുന്നു. പിള്ളേർക്ക് കൈ കൊടുക്കുന്നത് എല്ലാം നല്ല സെറ്റപ്പായിരുന്നു. ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉള്ളതുപോലെ എന്തോ പോപ്കോണും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിള്ളേർക്ക് പറ്റിയ കളിപ്പാട്ടങ്ങളുണ്ടാകും. പിള്ളേരെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ എക്സൈറ്റ് പോകേണ്ടി വരും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ബൈ.